അരയാലിലകൾ കീർത്തനം ചൊല്ലും അമ്പലത്തിരുമുറ്റത്ത് അരളിപ്പുമാല നിൻ കഴുത്തിലണിഞ്ഞപ്പോൾ അറിയാതെ പോലും പിണങ്ങിയില്ല, പരിഭവമൊന്നും പറഞ്ഞില്ല. ഇന്നും നിനക്കെന്നെ ഇഷ്ടമല്ലേ, എന്നും നിനക്കെന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, ഇഷ്ടമാണ്, പക്ഷേ ഏകാന്തരാവിൽ ഇണയെ തേടും ചക്രവാക പക്ഷി പോലെ നിന്നിലെ സ്നേഹാർദ്ര സുരഭി സുമങ്ങൾ എന്നിൽ ചൊരിയുവാൻ കൊതിച്ചിരുന്നു. നിശബ്ദ തപ്തനായി കേണിരുന്നു. ഇന്നും നിനക്കെന്നെ ഇഷ്ടമല്ലേ, എന്നും നിനക്കെന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, ഇഷ്ടമാണ്, പക്ഷേ നീ വിഷമിക്കാതെ നന്ദിനിക്കുട്ടി, അച്ഛനൊന്നും സംഭവിച്ചു കാണുകയില്ല. എന്നാലും അയാൾ എന്താ പറഞ്ഞത്? ഫോണിൽ കൂടെ എനിക്ക് ശരിക്കും ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. അച്ഛന് ബോധക്കേടുണ്ടായെന്ന് മാത്രം പറഞ്ഞു. അച്ഛനൊരു അസുഖവും ഉണ്ടാവത്തതാ. നീ വിഷമിക്കാതെ, നമുക്കൊരു കാറ് പിടിച്ചു പോകാം. വരൂ. എന്നെപ്പോലാകാതിരിക്കൂ, ഒരിക്കലും എന്നെപ്പോലാകാതിരിക്കൂ, എന്നെപ്പോലാകാതിരിക്കൂ, ഒരിക്കലും എന്നെപ്പോലാകാതിരിക്കൂ. രണ്ടാഴ്ചയായി ഞാൻ പോണ്ടിച്ചേരിയിലായിരുന്നു. വന്നപ്പോൾ ഡാഡിയാണ് പറഞ്ഞത്. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ ഒരു തവണ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്കെന്തോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായിരുന്നു അസുഖം? ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഓ, ഡാഡി പറഞ്ഞു. ഡാഡി അവിടെ വന്നപ്പോൾ സ്റ്റുഡൻസിന്റെ തിരക്കായിരുന്നു അത്രേ. ഞാൻ പോട്ടെ. നന്ദിനിക്കുട്ടി, ഇതൊന്നും ഓർത്ത് ദുഃഖിക്കരുത്. എല്ലാം ദൈവനിശ്ചയമാണെന്ന് കരുതിയാൽ മതി. അമ്മയില്ലാത്ത എന്റെ വിധിയെപ്പറ്റിയും അങ്ങനെ കരുതിയാണ് ഞാൻ സമാധാനിക്കുക. മോളെ, നീ ഊണ് കഴിക്കുന്നില്ലേ? ഇപ്പൊ വേണ്ടമ്മേ. രാവിലെ നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെ മോളെ? ഇപ്പൊ വിശപ്പില്ലഞ്ഞിട്ടാ. കുറച്ച് കഴിയുമ്പോ ഞാൻ വിളമ്പി ഉണ്ടോളാം. നന്ദിനിക്കുട്ടി, രാവിലെ കുളിയും കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയതാ മോളെ.
എന്നും കൊട്ടാരവളപ്പിൽ പോയിരുന്ന് ഉച്ചവരെ അക്ഷരശ്ലോകം ചെല്ലാറുണ്ട്. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ തലചുറ്റി വീണെന്നാ കൈമൾ പറഞ്ഞത്. ആശുപത്രി പോകേണ്ടി വന്നില്ല. എന്തിനതൊക്കെ പറയുന്നു? അത്രയ്ക്ക് ആയുസുണ്ടായിരുന്നുള്ളൂ. ടെലഗ്രാം കിട്ടിയ ഉടനെ തന്നെ വേണുവേട്ടൻ ലീവിന് മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാനാ, കിട്ടണ്ടേ? ഇപ്പൊ തന്നെ എന്ത് പാടുപെട്ടാ ലീവ് കിട്ടിയത്. നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്ത് ആശ്വാസമായിരുന്നു മോളെ. അപ്പച്ചി ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അപ്പച്ചി, മോഹൻ ഏതാനും 2 വർഷം കഴിഞ്ഞ് ലീവ് കിട്ടുകയുള്ളൂ. ഇപ്പൊ അമ്മാവൻ കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് എത്രയും വേഗം നന്ദിനിക്കുട്ടിയുടെ വിവാഹം നടത്തുന്നത് നല്ലതാണെന്ന് മോഹൻ എനിക്ക് എഴുതിയിരുന്നു. നീ കുറച്ച് വെള്ളം എടുത്തിട്ട്. ഏതായാലും നല്ല സ്വഭാവക്കാരനാണ്. പിന്നെ മോഹന്റെ സ്നേഹിതനാണ്. സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ടാ വരുന്നത്. അയാൾ 2 ആഴ്ചകളിൽ മടങ്ങിപ്പോകും. ഇപ്പൊ നടന്നാൽ നടന്നു. നന്ദിനിക്കുട്ടിയുടെ ഫോട്ടോയും കാണിച്ചു. അവർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനി അമ്മായിയുടെ സമ്മതം മാത്രമേ ആവശ്യമുള്ളൂ. എനിക്കിഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമായില്ലല്ലോ. അവളുടെ പ്രകൃതം അവനും പിടിക്കണ്ടേ? നേരെ ചൊവ്വ ഉപ്പും മുളകും ഞെടാൻ പോലും അവൾക്കറിയില്ല. അതൊക്കെ ശരിയാവും അമ്മായി. ഇതുപോലൊരു ചെറുക്കനെ കിട്ടിയത് നന്ദിനിക്കുട്ടിയുടെ ഭാഗ്യമെന്ന് കരുതിക്കോളൂ. നീ കൊച്ചു കുട്ടിയൊന്നുമല്ല. ജീവിതത്തെ കുറെ കൂടി ഗൗരവമായി കാണണം. നീ കാരണം ഞാൻ എത്ര വേദനിക്കുന്നെന്നറിയാമോ? നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടേനെ. എന്നതാണോ സ്ഥിതി? നീ ഇങ്ങനെ പോയാൽ ഭാവിയിൽ താങ്ങും തണലുമായി ആരുണ്ട്? അമ്മ എന്നും ജീവിച്ചിരിക്കുമോ? ഞാൻ എന്ത് വേണം? നിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. ഞാൻ രവിയുടെ വീട്ടിൽ പോയിരുന്നു. നിനക്ക് എന്തുകൊണ്ടും ചേരുന്ന ഭർത്താവാണെന്ന് 100 തവണ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നിന്നെ ഞാൻ നിർബന്ധിക്കുന്നത്. നിനക്കിഷ്ടമാണെങ്കിൽ പിന്നെ യാതൊരു ചടങ്ങിന്റെ ആവശ്യമില്ല. കല്യാണം നടത്തുകയേ വേണ്ടൂ. നിനക്കിഷ്ടമാണോ മോളെ? എനിക്കിഷ്ടമാണ്. എന്താ നന്ദിനിക്കുട്ടി? ഒന്നുമില്ല. ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്തത്. ഉറങ്ങാൻ നോക്കൂ. എന്തായി? രവിയെ കണ്ടോ? രവിയെ കണ്ടു, അമ്മാവനെ കണ്ടു, ആലോചിച്ചു, മുഹൂർത്തവും നിശ്ചയിച്ചു. എന്നാ? ബുധനാഴ്ച രാവിലെ 10-നും 12-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ. ഇരിക്കും മോനെ. നേരാണ് നന്ദിനി ചേച്ചി ആൾക്കാർ പറയുന്നേ. എന്തു പറഞ്ഞു? നന്ദിനി ചേച്ചിയുടെ കല്യാണാണെന്ന്. നേരാണ്. അപ്പൊ നന്ദിനി ചേച്ചിക്ക് ഇനി പുസ്തകം വേണ്ടല്ലേ? എങ്ങനെയുണ്ട് അപ്പച്ചി എന്റെ ഭർത്താവിന്റെ സെലക്ഷൻ? നന്നായിട്ടുണ്ട്. വേണുവിന് ഇങ്ങനെയൊക്കെ നോക്കിയെടുക്കാൻ അറിയാമോ? അത് പിന്നെ നിത്യ തൊഴിലല്ലേ അമ്മായി. ആഴ്ചയിൽ ഓരോ സാരി വാങ്ങിച്ചു കൊടുത്തില്ല, പിന്നെ അവിടെ ചെവിതല വെക്കാൻ ഒക്കത്തില്ല. ഞാനിപ്പോ മോളെ നന്ദിനിക്കുട്ടി, സാരിയൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആ തത്ത എങ്ങനെ ഇട്ട് കുത്താതെ നീ കുത്തട്ടോ. ആ എന്താ റെഡിയായില്ലേ? മോളെ നിന്നെ കാണാൻ ആര് വന്നിരിക്കുന്നു? പോയിട്ട് വാടി. എന്നാ നമുക്ക് നോക്കാം. എന്നെ ആരും കല്യാണത്തിന് വിളിച്ചില്ല. ഞാൻ അറിഞ്ഞു വന്നതാണ്. രാവിലെ 11 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഞാൻ ബോംബെക്ക് പോവുകയാണ്. നന്ദിനിയെ കണ്ട് ആശംസകൾ അറിയിക്കാനാണ് വന്നത്. ഓൾ ദി ബെസ്റ്റ്.
കരയാതെ. സാറ് ഇന്നലെ വരുമെന്ന് വിചാരിച്ചു. പെണ്ണ് വരാതെ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റുമോ പാച്ചുപിള്ളേ? ഇതാണ് അത് മനസ്സിലായി. പാച്ചുപിള്ള ഇവിടുത്തെ ഓളിനോളാണ്. 24 മണിക്കൂർ ഈ കോമ്പൗണ്ടിൽ തന്നെ കാണും. അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാരും വന്നില്ലേ? ആരൊക്കെയോ വരികയോ പോവുകയൊക്കെ ചെയ്തു. ഒന്നും ആയിട്ടില്ല ഇതുവരെ. പാച്ചുപിള്ള ആ പെട്ടിയെ കറുത്ത അസൈ വെച്ചു. ഓ, നില്ല. അയ്യോ, ചേട്ടത്തി ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. നന്ദിനിക്കുട്ടി ആദ്യം ഏത് കാലം അകത്ത് വെച്ചത്? അയ്യോ, എനിക്ക് ഓർമ്മയില്ല. ആദ്യമായി വീട്ടിൽ കയറുമ്പോ വലതുകാലം വെച്ച് കയറണമെന്നാ നിയമം. നമുക്ക് ഒന്നുകൂടി കയറി സംശയം തീർത്താലോ? പാച്ചുള്ളേ, എന്തോ? അറിയാതെ ആദ്യം ഇടതുകാലം വെച്ച് കയറിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ ഓരോ ആചാരമാണ് സാർ. എല്ലാത്തിലും പ്രധാനം മനപ്പൊരുത്തമാണ്. ഇതാണ് സ്വീകരണ മുറി. അതിഥികൾക്ക് ഞാൻ ഇതുവരെ പ്രവേശനം കൊടുക്കാറുള്ളൂ. ഈ കിടക്കുന്ന ഫർണിച്ചർ എല്ലാം കല്യാണം പ്രമാണിച്ച് ഞാൻ വാങ്ങിയതാണ്. ഇതെങ്ങനെയുണ്ട്? ചുളുവിലക്ക് കിട്ടി. 350 റുപ്പീസ് ഉള്ളു. ഈ സെറ്റിന് എത്ര രൂപയായിട്ടുണ്ടെന്നാ നന്ദിനിക്കുട്ടിയുടെ വിചാരം? വില അല്പം കൂടിപ്പോയി. 2000 റുപ്പീസ് കൊടുത്തു. പക്ഷേ സാധനം ഉണ്ടല്ലോ, ഫോറിന്. വരൂ, അകത്തേക്ക് പോകാം. ഡൈനിങ് ഹാൾ. ഇതിന്റെ വില എക്സാക്ട് ആയിട്ട് എനിക്കറിയില്ല. ഒരു ഗിഫ്റ്റ് കിട്ടിയതാ. വരൂ. പെണ്ണുങ്ങളുടെ സെക്ഷൻ. ഇതുവരെ ഈ അടുക്കള ഒരു വീട്ടമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നു മുതൽ ഇത് നന്ദിനിക്കുട്ടിയുടെ സാമ്രാജ്യം. ഒന്നിനും പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഗ്യാസ്. പിന്നെ ഇവനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് ഔട്ടാവും. ഇതാണ് ബെഡ്റൂം, അതായത് നമ്മുടെ റൂം. എങ്ങനെയുണ്ട്? ഈ ഡബിൾ കോട്ടിന് എന്ത് വില കൊടുക്കേണ്ടി വരും? 600 റുപ്പീസ് കൊടുക്കും. കല്യാണ സ്പെഷ്യൽ. ദേ, ഒന്നിരുന്ന് നോക്കി. എങ്ങനെയുണ്ട്? എനിക്ക് എന്റെ ആദ്യ രാത്രിയെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഈ സിനിമയിലൊക്കെ കണ്ടുള്ള പരിചയമാണ്. ഞാൻ കരുതി നന്ദിനിക്കുട്ടി പാല് കൊണ്ടുവരും, ഞാൻ പാല് പകുതി കുടിക്കും, ബാക്കി നന്ദിനിക്കുട്ടി കുടിക്കും എന്നൊക്കെ. പക്ഷെ നടന്നത്, ഞാൻ നോക്കുമ്പോ നന്ദിനിക്കുട്ടി ഏതോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ശല്യപ്പെടുത്തണ്ട, വായന കഴിയുമ്പോ വന്ന് വിളിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഞാൻ തന്നെ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ആദ്യ രാത്രി ഇതാ. ആ കർട്ടൻ എവിടുന്ന് വാങ്ങിയതാ? ബസാറിൽ നിന്ന്. വില വളരെ കുറവാ, 70 റുപ്പീസ് സംതിങ്ങേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ? പച്ച നിറം എനിക്കിഷ്ടമാണ്. എനിക്കും.
മോഹൻ ആദ്യം ഈ ആലോചനയുമായി വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വിവാഹമൊന്നും വേണ്ടെന്ന്. പിന്നെ അവന്റെ നിർബന്ധം കാരണമാണ് ഞാൻ സമ്മതിച്ചത്. പക്ഷെ ഇപ്പൊ തോന്നുന്നു അന്ന് ഞാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊരു നഷ്ടമായി പോയനെ. അതിരിക്കട്ടെ, നന്ദിനിക്കുട്ടി എന്തെങ്കിലും ഒരു ഭർത്താവിനെ കുറിച്ച് മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ട്. എനിക്കെന്റെ ഭാര്യയെ കുറിച്ച് ചില സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. പറയട്ടെ, സിനിമയൊക്കെ കണ്ട് മനസ്സിൽ കടന്നുകൂടിയ സങ്കല്പം. ശാലീനയായ ഒരു പെൺകുട്ടി. അവൾ അടുക്കളപ്പണിയിൽ എക്സ്പെർട്ട് ആയിരിക്കും. അവൾ അവിയലും തീയലും കിച്ചടിയൊക്കെ മാറി മാറി വെക്കണം. ആഴ്ചയിൽ വല്ലപ്പോഴും ഒരിക്കൽ ഇറച്ചിയോ മീനോ പറ്റും. എന്നും രാവിലെ വന്ന് അവൾ എന്നെ വിളിച്ചോളൂ. എങ്ങനെയാണ് കുളിച്ച് ചന്ദനക്കുറിയിട്ട മുഖത്തോടെ. ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോ ജയൻ അവന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്നെ കളിയാക്കാനായി ഒരു സെറ്റ് കൊണ്ട് വാങ്ങി തന്നു. കണ്ണോ? മിനിമം ഒരു 30 റുപ്പീസിന്റെ ആയിക്കാണുമല്ലേ? ഈ സാധനമാണ് ഈ വീട്ടിലെ ഏക ശത്രു. പലപ്പോഴും അവനൊരു ശകനം മുടക്കിയ വന്നിട്ട് ഇതുവരെ അവനെ മൈൻഡ് ചെയ്യാത്തതിന്റെ പരിഭവമാണ്. ഞാനിപ്പോട്ടെ. പെണ്ണിന്റെ ഐശ്വര്യം ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ. ഭാര്യയെ ഭർത്താവ് പോകാൻ പാടില്ല എന്നൊക്കെ അറിയാം. പക്ഷെ നന്ദിനിക്കുട്ടി ഈ വീട്ടിലേക്ക് കയറി വന്നത് 2 ലക്ഷം രൂപയുമായിട്ട്. ഞാൻ ക്യാമ്പയിൻ ചെയ്തിരുന്ന 2 ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് ഡീൽ വിജയിച്ചിരിക്കും. ആ കമ്പനിയുടെ MD ആണ് ഇപ്പൊ വിളിച്ചത്. ഹോട്ടൽ വരെ പോയി ഒന്ന് ഒപ്പിട്ടാൽ മാത്രം മതി. 2 ലക്ഷം രൂപയാണ്. ഞാൻ അരമണിക്കൂർ എത്തും. ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ലല്ലോ. താഴെ വാച്ചുള്ളുണ്ട്. പിന്നെ ഇന്നലത്തെ പോലെ എന്നെ പറ്റിച്ചല്ലേ, കുറേ കളയരുത്. അതെ. ഇല്ല. അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. സാറിൽ നിന്ന് ആഫീസിൽ പോകണ്ടായോ? പോണം. അല്ല, ഇന്ന് എണീക്കാൻ കുറച്ച് വൈകുന്നറിയാം. എന്നാലും
എന്നാ ഞാനങ്ങോട്ട് വീട് വരെ പോയിച്ചു വരാം. ശരി. ദേ, ചായ ചായ കഴിക്കൂ. അയ്യോ, ഞാൻ എണീക്കാൻ വൈകിയോ? അങ്ങനെയൊന്നുമില്ല. മണി 8:30 ഉള്ളൂ. ഉറക്കം പൂർത്തിയാകാതെ ഉണർന്നാൽ ഒരു സുഖവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഉണർത്താതിരുന്നത്. ചായ ആരുണ്ടാക്കി? ഞാൻ വീട്ടിൽ വേലക്കാരെ നിർത്താതെ ജീവിച്ചതുകൊണ്ട് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. വേലക്കാരെ നിർത്തുന്നതിനോട് എനിക്ക് വലിയ എതിർപ്പാണ്. ചായ എങ്ങനെയുണ്ട്? കൊള്ളാം. ഇന്ന് ധൃതിയിലായതുകൊണ്ട് ചായ അത്ര നന്നായില്ല. ജയൻ എന്റെ ചായയുടെ ഒരു ആരാധകനാണ്. അതിരിക്കട്ടെ, നന്ദിനിക്കുട്ടി ഇന്നലെയും എന്നെ പറ്റിച്ചളഞ്ഞു. ഉറങ്ങുന്നവരെ ഉണർത്തുന്നത് എനിക്ക് വലിയ പ്രയാസമാണ്. ഞാൻ ഇന്നലെ മടങ്ങി വന്നപ്പോ നന്ദിനിക്കുട്ടി സുഖമായി ഉറങ്ങും. പിന്നെ ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങിയാൽ ഉണർത്തേണ്ടി വരും. ഇന്നലെ ഇവിടുന്ന് പോയതിനു ശേഷം ആരോ ഫോൺ ചെയ്തിരുന്നു. ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ആരാണെന്ന് ചോദിച്ചു? ഇല്ല. ഇനി ആര് ഫോൺ ചെയ്താലും ആരാണെന്ന് ചോദിക്കണം. ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യയാണെന്ന് ഓർമ്മിക്കണം. ഞാൻ ഓഫീസിൽ പോയാൽ വൈകുന്നേരമേ വരും. ഇന്ന് ഞാൻ ബോയെ അങ്ങോട്ട് അയക്കാം. നാളെ മുതൽ ഉച്ചയ്ക്ക് അവന്റെ കയ്യിൽ ഊണ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്നാ സാറൊന്ന് എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ചാട്ടെ.